ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ഒരു ക്ലേ വെച്ചിട്ടാണ്. ഈ ക്ലേ വെച്ച് നമ്മൾ കീ ചെയിനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫെവിക്രിൽ മൗൾഡിറ്റിൻ്റെ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ടാൽക്കം പൗഡർ ആവശ്യമുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനൊരു പിന്നും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഈ പിന്നിലാണ് പിന്നുകൊണ്ടാണ് നമ്മൾ ചാംസ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫെവിക്രിലിൻ്റെ ഈ പാക്കറ്റിൽ രണ്ട് സംഭവങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈക്വൽ എമൗണ്ടിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തൊരു ഡോ പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഓരോ പോർഷൻസ് എടുത്തിട്ട് ഒരു സ്റ്റാർ ഫിഷ്, അതുപോലെ തന്നെ ഒരു സ്ട്രോബെറി, ഒരു വാട്ടർമെലൺ, അതുപോലെ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറിയാണ്. അപ്പോൾ ഒരു ബോൾ പോലെ ക്ലേ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് സ്ട്രോബെറീൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് സ്ട്രോബെറീൻ്റെ ഷേപ്പാക്കി എടുക്കുക. അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ മേലെ വയ്ക്കാനുള്ള ലീവ്സാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ക്ലേ എടുത്തതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്ത് കുഞ്ഞ് ലീഫിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കുക. ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഈ ചെയ്തെടുത്ത ലീവ്സ് നമുക്ക് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഡ്രൈ ആവാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല ഈസി ആയിട്ട് അതിൻ്റെ പുറത്ത് ഒട്ടിപ്പിടിച്ച് നിന്നോളും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നമ്മൾ 4 ലീവ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഐപ്പിൻ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുക്കുക. ഉണങ്ങുന്നതിന് മുന്നേ ഇത് കയറ്റി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇത് കയറ്റാനായിട്ട് പറ്റില്ല. പിന്നെ അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു എമൗണ്ട് ഓഫ് ക്ലേ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 5 പോർഷൻസ് ആയിട്ട് ഇതാക്കിയതിന് ശേഷം റോൾ ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റാർ ഫിഷാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ആംസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ക്ലേനെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ള സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ 5 പോർഷൻസ് എടുത്തിട്ടുണ്ട്. ഈ 5 പോർഷൻസ് നമുക്ക് ഇതേ ഷേപ്പിലാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ 5 പോർഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ജോയിൻ ചെയ്ത് നമ്മൾ സ്റ്റാർ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഓക്കെ, പിന്നെ മെല്ലെ പ്രസ് ചെയ്ത് നമ്മൾ സ്റ്റാർ ഷേപ്പിൽ ആക്കിയെടുക്കണം. ഇതിനെ കയ്യിലെടുത്ത് മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. അങ്ങനെ നമ്മളിത് സ്റ്റാർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടി ഒറിജിനാലിറ്റി കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് പോർഷൻ ക്ലേ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ സ്ട്രിപ്പല്ല, ഒരു നീളത്തിലാക്കിയെടുത്ത് ഇതുപോലെ അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒറിജിനാലിറ്റി കിട്ടും. അതിനുശേഷം നമ്മളൊരു ഐപ്പിൻ എടുത്ത് ആ ഒട്ടിച്ചതിൻ്റെ പുറത്ത് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കുക. ആ ടെക്സ്ചർ കൂടി വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കുത്തി ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടെക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഐപ്പിൻ ഇൻസേർട്ട് ചെയ്യാം.
അതിന് ശേഷം ഇത് നമുക്ക് സ്ട്രോബെറീൻ്റെ കൂടെ ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ആംസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വളച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ. ഇനി ഇത് ഉണക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്ത പോർഷൻ ഓഫ് ക്ലേ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത് വാട്ടർമെലൺ ആണ്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് വാട്ടർമെലൺ ആണ്. വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം. ഇതിലാകെ കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നത് ഇത് പെയിൻ്റ് അടിക്കലിൽ മാത്രമാണ്. ബാക്കിയെല്ലാം ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ് വാട്ടർമെലൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചൺ ഫുൾ വാട്ടർമെലൺ മാത്രം ചെയ്യാം. അങ്ങനെയാണെങ്കിലും നല്ല രസമുണ്ടാവും. നമ്മുടെ വാട്ടർമെലനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും പിന്ന് കയറ്റാം. അങ്ങനെ നമ്മൾ പിന്ന് കയറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മുടെ ലാസ്റ്റായിട്ടുള്ള ചാൻസ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എഗെയിൻ ക്ലേ 5 പോർഷൻസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിനെ മെല്ലെ ഒരു പെറ്റൽ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിനെ പെറ്റൽ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് മെല്ലെ മെല്ലെ. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്നിച്ച് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പെറ്റൽസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐ പിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഐ പിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ ചാംസും നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം ഒരു വൈറ്റ് കോട്ട് അടിച്ചു കൊടുക്കുക. അതായത് വൈറ്റ് പെയിൻറ്റ് വെച്ച് നമ്മൾ ഒരു കോട്ട് ഇതിൻ്റെ പുറത്ത് അടിച്ചു കൊടുക്കുക. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതും ഫെവിക്രിലിൻ്റെ പെയിൻറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റാണ്. ഇത് നമുക്കൊരു കോട്ട് ഇതിൻ്റെ പുറത്ത് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ മറ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എടുത്ത് നിൽക്കാനാണ്. അതായത് നല്ല പെർഫെക്ഷൻ കിട്ടാനാണ് നമ്മൾ ആദ്യം ഒരു വൈറ്റ് പെയിൻറ്റിൻ്റെ കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വൈറ്റ് പെയിൻറ്റൊക്കെ നമ്മൾ അടിച്ചതിന് ശേഷം ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ സ്ട്രോബെറിയും വാട്ടർമെലനും പെയിൻറ്റ് ചെയ്യാനായിട്ട് റെഡ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് റെഡ് കളർ യൂസ് ചെയ്ത് സ്ട്രോബെറി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്ട്രോബെറി പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. സ്ട്രോബെറി നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഡ്രൈ ആവാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് വാട്ടർമെലനും കൂടി ഇതുപോലെ റെഡ് കളർ വെച്ചൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ നമ്മൾ വൈറ്റ് ആൻഡ് റെഡ് അല്ല പിങ്ക് കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വീണ്ടും ഫ്ലവർ ഒന്ന് വൈറ്റ് കളർ അടിച്ചതിന് ശേഷം നടുക്ക് റെഡ് പെയിൻറ്റ് വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ പോലെ വരും. അടുത്തായിട്ട് നമുക്ക് സ്റ്റാർ ഫിഷാണ് പെയിൻറ്റ് ചെയ്യാനുള്ളത്. സ്റ്റാർ ഫിഷിന് നമ്മൾ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എഗെയിൻ ഫെവിക്രിലിൻ്റെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്ലൂ കളർ. അങ്ങനെ നമ്മൾ സ്റ്റാർ ഫിഷും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറിൻ്റെയും വാട്ടർമെലൻ്റെയും ഗ്രീൻ പാർട്ട് കൂടി പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഗ്രീൻ പാർട്ടും കൂടെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ
ആ ഒരു ഗ്രീൻ പാർട്ട് സ്ട്രോബെറീൻ്റെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വാട്ടർമെലൻ്റെയും കൂടെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിൽ മെയിൻ ഡീറ്റെയിലിംഗ് വരുന്നത് പെയിൻറ്റ് ചെയ്യുമ്പോഴാണ്. നമുക്ക് ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം, മോഡലിംഗ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ പെയിൻറ്റിംഗ് ആണ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വാട്ടർമെലനിലെ സീഡ്സ് വരയ്ക്കാനായിട്ട് ഞാനിവിടെ ഗ്ലാസ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്താലും മതി. ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്താലും നമുക്കിതുപോലെ തന്നെ കിട്ടും. ഞാൻ ഗ്ലാസ് ലൈനർ യൂസ് ചെയ്യാൻ കാരണം ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ലൈനർ യൂസ് ചെയ്ത് വാട്ടർമെലൻ്റെ കുരു പോലെ ചെയ്യാം. ഇനി നമുക്ക് സ്ട്രോബെറീൻ്റെ പുറത്തുള്ള ആ കുഞ്ഞു കുരു ചെയ്യാനായിട്ട് ഞാനിവിടെ ഗോൾഡൻ ഗ്ലാസ് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡൻ ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്ത് നമുക്കിതുപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ പുറത്തൊരു വാർണിഷ് അടിക്കണം. അപ്പോൾ ഏറ്റവും അഫോർഡബിളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വാർണിഷ് എന്ന് പറയുന്നത് ഇങ്ങനെ നെയിൽ പെയിൻറ്റിൻ്റെ പുറത്തടിക്കുന്ന വാർണിഷാണ്. ഇത് ലോക്കൽ കടയിൽ 20 രൂപയോ 10 രൂപ എങ്ങാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വാർണിഷ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ വാർണിഷും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചാംസ് എല്ലാം നമ്മൾ കീ ചെയിനിൽ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഹാങ് ചെയ്തിട്ടാൽ മതി. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമായൊരു പാറ്റേണിലാണ്. എൻ്റെ ചാംസ് തമ്മിലൊരു ബന്ധമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ചാംസ് മാത്രമായിട്ടൊക്കെ തൂക്കാം ഓരോ കീ ചെയിനിലും. അതായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ഭംഗി. ഇത് ഞാൻ എല്ലാം കൂടി ഹാങ് ചെയ്തിട്ടപ്പോൾ ഒരു തിങ്ങിയ എഫക്റ്റ് വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ കമൻസിൽ പറയുക. ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും കമൻസിൽ പറയണം. ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചേ. അങ്ങനെ നമ്മൾ എല്ലാ ചാംസും ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻസിൽ പറയാം. എനിക്ക് ഇച്ചിരി തിങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും കമൻസ് ചെയ്യാം.